ഒന്ന് സ്വസ്ഥമായി ഉത്തരം പറയാനുള്ള അവസരം ഉണ്ടാക്കണം. ഈ വോളിബോൾ കളിക്കുമ്പോൾ സ്മാഷ് അടിക്കുമ്പോൾ ചാടി വീണ് ബ്ലോക്ക് ചെയ്യുന്നത് പോലെ അയ്യപ്പദാസ് ബ്ലോക്ക് ചെയ്യാൻ നിൽക്കരുത്. സ്വസ്ഥമായി ഉത്തരം പറയാനുള്ള അവസരം ഉണ്ടാക്കണം. ഈ വോളിബോൾ കളിക്കുമ്പോൾ സ്മാഷ് അടിക്കുമ്പോൾ ചാടി വീണ് ബ്ലോക്ക് ചെയ്യുന്നത് പോലെ അയ്യപ്പദാസ് ബ്ലോക്ക് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ ഇടപെടരുത്. കാരണം പറ്റിയ മൂന്നാളെയാണ്. അല്ല അതാ ഇതന്നെ ബ്ലോക്കിംഗ്. അല്ല ഞാൻ പറയട്ടെ, പറ്റിയ മൂന്നാളെയും ചർച്ചയ്ക്ക് ഇരുത്തി നിങ്ങളെ ആങ്കറിംഗും ചെയ്തിട്ട് എന്നെ പറയാൻ അനുവദിക്കുന്ന പിന്നെ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. പറ്റിയ മൂന്നാളെന്ന് പറഞ്ഞ ഈ മൂന്നാളും വ്യക്തിപരമായി മോശം എന്നല്ല, ഈ മൂന്നാളുടെ രാഷ്ട്രീയ ഞാൻ പറഞ്ഞത്. ഒരു സാമ്പാർ പോലത്തെ എല്ലാ കഷ്ണവും ഉണ്ട് പറ്റിയത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല മൂന്ന് വ്യക്തികളെ മോശമാക്കിയിട്ടല്ല, വ്യക്തികളെ മൂന്നാളെ പറ്റിയും അങ്ങനെ മോശമാക്കുന്ന ആളുമല്ല ഞാൻ. അയ്യപ്പദാസിനെയും വ്യക്തിപരമായി മോശമാക്കിയില്ല. അപ്പൊ ഒരു സാമ്പാർ പരുവത്തിൽ എല്ലാം ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്, എല്ലാ കഷ്ണങ്ങളും ഉണ്ട്. ഫിറോസിനെ പോലെയുള്ള വെറുതെ സമയം കളയണ്ട സമയം കളയേണ്ട അയ്യപ്പദാസ്. ഞാൻ പറയട്ടെ അയ്യപ്പദാസിന് ഇഷ്ടമുള്ള മാത്രം പറയാനാണ് ഞാൻ അതേന്ന് ബാസ്കറ്റ്ബോൾ ഇതൊക്കെ കൊണ്ടുവരുന്ന എന്തിനാണ് താങ്കൾ നേരിട്ട് ഉത്തരം പറഞ്ഞ പോരെ? അതൊക്കെ പോട്ടെ, ഇനിയിപ്പോ മാറ്റി പറയാൻ പറ്റുമോ? നിങ്ങൾ തോന്നിയത് പറയുമ്പോ എനിക്കും സൗകര്യമുള്ളത് പറയും, പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ സൗകര്യമുള്ളത് ഞാൻ പറയും, അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഞാൻ പറയട്ടെ ഒന്ന്, എന്താണിത്, എന്താണ് അയ്യപ്പദാസ് ഇങ്ങനെ? ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ പറയുമ്പോ ഞാൻ ഇടയിൽ കയറുന്നില്ല, ഞാനൊന്ന് പറയട്ടെ. അതെ, അപ്പൊ ഞാൻ പറയുന്നത് അയ്യപ്പദാസിന് ആരോട് എന്തു ചോദിക്കാനും ഒന്നും ഒരു തെറ്റുമില്ല, ചോദിക്കണം. നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. നിങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് ചോദിപ്പിക്കും. അത് പറയാനുണ്ട്. കാരണം ഇവിടെ അല്പം മുമ്പ് ശ്രീ പി കെ ഫിറോസിനോട് മറ്റുള്ള ആൾക്കാരെ പുച്ഛിക്കരുത് എന്ന് പഠിപ്പിച്ചയാളാണ് ശ്രീ റിയാസ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. എന്നിട്ട് അദ്ദേഹം എന്നെ പറ്റി പറഞ്ഞ എന്തൊക്കെയാണെന്ന് കേട്ടോ. ആദ്യം വിദ്വാൻ, അത് പരിഹാസ രൂപേണയാണ് പറയുന്നത്, വിദ്വാൻ. രണ്ടാമത് അയാളോട് പോയി അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ എന്ന് പറഞ്ഞു. മൂന്നാമത് ഞാൻ BJP കാരനാണ് എന്ന് ആരോപിച്ചു. പിന്നെ ആദ്യം സാമ്പാർ, എല്ലാവരും സാമ്പാറിന്റെ കഷ്ണങ്ങളാണ്. ശ്രീ റിയാസ്, ആ സാമ്പാറിനെ ഒന്ന് ഇളക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തിയായ ഒരു ചട്ടുകമായിട്ടാണ് താങ്കളെ ക്ഷണിച്ചതെന്ന് കരുതിയാൽ മതി. പക്ഷെ പെർഫോമൻസ് കണ്ടപ്പോൾ ഈർക്കിലിയായി പോയി. എന്ത് ചെയ്യും? സാമ്പാർ അങ്ങനെ തന്നെ ഇരിക്കും, അടുക്കി പിടിക്കുകയേ ഉള്ളൂ, നിവൃത്തിയില്ല. അപ്പോ പിന്നീട് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ് ആത്മനിർവൃതി അടയാം, അത്രമാത്രം. ഇനി രണ്ട്, താങ്കൾ ഇവിടെ പറഞ്ഞു ഞാന് BJP ആണ് എന്ന് പറഞ്ഞു. വലിയ രീതിയിൽ പറയുന്നില്ല, കാരണം നമ്മൾ ഇത് എന്നും ചർച്ച ചെയ്യുന്നതാണ്. താങ്കൾ ഇത് തെളിയിക്കൂ. അപ്പൊ അത് തെളിയിക്കാത്തപ്പോ ഞാൻ താങ്കളോട് പറയുന്നത്, കേരളത്തിൽ SDPIയും CPMും തമ്മിലുള്ള ബന്ധത്തിന്റെ കൃത്യമായ ദൃഷ്ടാന്തമാണ് താങ്കൾ എന്ന് ഞാനും അങ്ങ് പറയും. അത് താങ്കൾ എന്റേത് തെളിയിച്ചാൽ ഞാൻ ഇതും തെളിയിക്കാം. SDPIയും CPMും തമ്മിലുള്ള ബാന്ധവത്തിന്റെ കൃത്യമായ തെളിവാണ് ശ്രീ മുഹമ്മദ് റിയാസ് എന്ന് ഞാനും ആരോപിക്കുന്നു. എന്റേത് തെളിയിക്കൂ. താങ്കളല്ലേ ആദ്യം ആരോപണം ഉന്നയിച്ചത്, അതിനുശേഷം ഞാൻ തെളിയിക്കാം. ഇനി താങ്കൾ മറ്റൊരു ആരോപണം എനിക്ക് നേരെ പറഞ്ഞു. താങ്കൾ പറയാത്ത ഒരു കാര്യത്തിനെ ഞാൻ പറഞ്ഞു എന്ന്. ഞാൻ എന്താ പറഞ്ഞത്? ഒരു വലിയ കക്ഷി ഒരു ചെറിയ കക്ഷിയെ കാണാൻ പോകുന്നത് താങ്കളുടെ വാദമല്ല എങ്കിൽ ഒരു ചർച്ചയിൽ താങ്കൾ അത് ഉയർത്തേണ്ടുന്ന കാര്യമില്ല. ഇനി എന്നോട് അയാളോട് പോയി ഫേസ്ബുക്കിൽ ഇടാൻ പറഞ്ഞു. ഫേസ്ബുക്കിൽ ഇടണ്ട, ഇത് മനോരമയുടെ വാർത്തയാണ്, ഇന്നലത്തെ വാർത്തയാണ്. ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, താങ്കൾ ഈ പറഞ്ഞതിനെല്ലാം വിരുദ്ധം വർഗീയ ഫാസിസ്റ്റ് ശക്തികളുമായി ബന്ധം പാടില്ലെന്നതാണ് LDFന്റെ പ്രഖ്യാപിത നയം. ഇതിനു വിരുദ്ധമായ സമീപനം കണ്ടപ്പോൾ അത് ചൂണ്ടിക്കാട്ടുകയും തിരുത്തൽ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അവരെ ഒന്ന് വിശ്വാസത്തിലെടുക്കൂ. വലിയ കക്ഷിയായ CPM പോയി CPIയോട്, ചെറിയ കക്ഷിയോട് പോയി സംസാരിച്ച് കാണിക്കൂ. ഈ BJP എന്ന് പറയുമ്പോൾ ശ്രീ വിജയരാഘവൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്ന ആ രാഷ്ട്രീയ ജ്ഞാനം എന്ന് പറയുന്നത് താങ്കൾക്കുമില്ലേ? ഞാൻ ഈ ചർച്ചയിൽ ഇന്നോളം അല്ലെങ്കിൽ ഇതുവരെ സംസാരിച്ചിരിക്കുന്നത് BJPക്ക് വേണ്ടിയിട്ടല്ലല്ലോ. ഞാനിവിടെ ശ്രീ പ്രതാപൻ പറഞ്ഞിരിക്കുന്നതും ശ്രീ ഫിറോസ് പറഞ്ഞിരിക്കുന്നതുമായ കാര്യത്തിനെ അടിവരയിട്ടുകൊണ്ടല്ലേ പറഞ്ഞത്. അപ്പൊ BJP ബന്ധമെന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ ശ്രീ റിയാസ് ഞാനിപ്പോ താങ്കളുടെ സ്വരത്തിൽ സംസാരിക്കണമായിരുന്നു, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട്. ഒരു കാര്യം കൂടി പറയാനുണ്ട് അയ്യപ്പദാസ്. ഈ താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ അതേ ഭാഷയിൽ തിരിച്ചു പറയാൻ എനിക്ക് അറിവില്ലാഞ്ഞിട്ടല്ല ശ്രീ റിയാസ്. ഒരു കയ്യബദ്ധം
നാറ്റുകരുത്. പക്ഷേ സംസ്കാരം എന്നുണ്ട്. ഞാൻ ഇപ്പോഴും താങ്കളെ ശ്രീ റിയാസ് എന്നാണ് വിളിക്കുന്നത്. Okay. അത് എന്റെ മുതിർന്ന ആൾക്കാർ, എന്റെ പിതാവ്, എന്റെ ഭാര്യ പിതാവ് തുടങ്ങിയ ആൾക്കാർ എന്നോട് പറഞ്ഞു തന്നിരിക്കുന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ മറ്റുള്ള ആൾക്കാർ അവരും അവരുടെ പിതാവും അവരുടെ ഭാര്യ പിതാവും അവരോടും പൊതുസമൂഹത്തിലുള്ള മറ്റു പ്രധാനപ്പെട്ട ആൾക്കാരോടും Okay. ഏതു ഭാഷയിൽ ഇത് ഒരു സംസാരിക്കുന്നതിനനുസരിച്ചല്ല ഞാൻ പറയുന്നത്. ശ്രീ താങ്കൾക്കത് തുടരാം. ഞാൻ എന്റെ രീതി തുടരുന്നു. ഇത് എന്റെ സംസ്കാരം. നമുക്കൊരു പക്ഷേ ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ശ്രീ റിയാസിന് മറുപടി പറയേണ്ടി ഒരു പക്ഷേ അടുത്ത റൗണ്ടിൽ അവിടെ നിർത്താം. കാരണം നമ്മൾ ഈ സാമ്പാർ തുടങ്ങിയ ശ്രീ റിയാസിനായതുകൊണ്ട് അത് കറങ്ങി തിരിഞ്ഞങ്ങ് തീർന്നു എന്ന് വിചാരിക്കാം. നമുക്ക് ചർച്ചയുടെ മെറിറ്റിലേക്ക് തന്നെ തിരിച്ചു വരാം. ശ്രീജിത്തിന് എന്തെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്ക്. കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ കോവിഡ് റാണി എന്ന് വിളിച്ച വ്യക്തിയാണ് ശ്രീജിത്ത്. അദ്ദേഹം ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനല്ലേ പറയാൻ വിളിച്ചത്? വേറൊന്നും ഞാനാണോ? ഇല്ലാത്തതുകൊണ്ട് ചിലത് പറഞ്ഞു. അതെ, ഞാനല്ല, പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, അതെ, താങ്കൾക്ക് രാഷ്ട്രീയ അജ്ഞതയാണ്. അത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് വിളിച്ചത്. അതെ അതെ, പൂർത്തീകരിക്കട്ടെ, ഞാൻ ശരി, ശരി, പൂർത്തീകരിക്കട്ടെ. ശരി, 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 ശരി. ആ പറഞ്ഞതിന് തിരിച്ച് ഞാൻ പറയാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. കൊറോണ വൈറസിന് ആരെങ്കിലും കൈകൊണ്ട് തൊടുവോ? തൊടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ശ്രീജിത്തിനെതിരെ ഇപ്പൊ തൽക്കാലം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാനതിലേക്ക് വരാം. അതിന് തുടക്കത്തിൽ ഒന്നുകൂടി പറഞ്ഞോട്ടെ. ആദ്യം എന്റെ പേര് ശ്രീജിത്ത് എന്ന് പറഞ്ഞ ശ്രീ മുഹമ്മദ് റിയാസിന് എന്റെ നന്ദി. പിന്നെ ഒപ്പം അദ്ദേഹം തെറ്റായിട്ടുള്ള ഒരു ആരോപണം പറഞ്ഞു. അത് വീണ്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അജ്ഞതയെ കാണിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഞാൻ ആരോഗ്യമന്ത്രിയെ കോവിഡ് റാണി എന്ന് വിളിച്ചു എന്നാണ്. അങ്ങനെ വിളിച്ചതും വിവാദമുണ്ടാക്കിയതും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. കോവിഡ് റാണി എന്നും റോക്ക് സ്റ്റാർ എന്നും അദ്ദേഹമാണ് വിളിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അതൊരു വിവാദമാക്കേണ്ട പദമാണോ? അദ്ദേഹം എന്തായാലും പരനാറി എന്നോ നികൃഷ്ടജീവി എന്നോ കുലംകുത്തി എന്നൊന്നും അല്ലല്ലോ വിളിച്ചത്. അപ്പൊ സന്തോഷിച്ചാട്ടെ. ഇനി അടുത്തത്, എനിക്ക് മറുപടിയില്ല കാരണം കൊറോണയെ നമ്മൾ കൈകൊണ്ട് തൊടില്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് അദ്ദേഹത്തിന് ശാസ്ത്രത്തിലുള്ള ജ്ഞാനവും കുറവാണ് എന്നാണ് കാണിക്കുന്നത്. കൊറോണയെ നമുക്ക് കാണാൻ കഴിയില്ല, അതിനെ അതുകൊണ്ട് തന്നെ നമുക്ക് തൊടാനും കഴിയില്ല. അപ്പൊ കൊറോണ നമ്മളെ അറ്റാക്ക് ചെയ്യരുതെങ്കിൽ നമ്മൾ മാസ്ക് വെക്കണം, നമ്മൾ ശുദ്ധമായിരിക്കണം, നമ്മൾ കൃത്യമായിട്ടുള്ള അകലം പാലിക്കണം. ഇത് ചെയ്ത് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാതെ മര്യാദക്കിരുന്നാൽ ഈ കൊറോണ നമ്മളെ അറ്റാക്ക് ചെയ്യില്ല. അതിന് ശ്രീ MV ഗോവിന്ദനെ പോലെയുള്ള ശ്രീ ആനത്തലവട്ടം ആനന്ദനെ പോലെ വളരെ മാന്യതയോടുകൂടി ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആൾക്കാർ നോക്കിയാൽ അവരെ കൊറോണ ബാധിക്കാറില്ല. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല വാ.